നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം പ്രതിപാദിക്കുന്ന ഇന്നത്തെ ദിനം രവിവാരം അഥവാ ഞായറാഴ്ചയാണ്. ഇത് ഞായറാഴ്ച എന്നാൽ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2026 ആഗസ്റ്റ് മാസം 23-ാം തീയതി, അതായത് 1202 ചിങ്ങമാസം 7-ാം തീയതി. ഇന്ന് ഞായറാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:39 തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, ഞായറാഴ്ചത്തെ രാഹുകാലം വരുന്നത് വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാണ്. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, ഇന്ന് വെളുത്ത പക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. ചന്ദ്രൻ വളരെ പവർഫുള്ളായി, ശക്തനായി പൗർണമിയിലേക്ക് പ്രവേശിക്കുന്നു. അതിന് ഏറ്റവും നല്ലൊരു ദിനമാണ് ഏകാദശി. യാതൊരു ദോഷവുമില്ല. ഗുരുവായൂർ കൃഷ്ണനുമായി അങ്ങേയറ്റം അഭേദ്യമായി ബന്ധമുള്ള ദിനമാണ് ഏകാദശി. അത് വെളുത്ത പക്ഷത്തിലായാലും കറുത്ത പക്ഷത്തിലായാലും. കറുത്ത പക്ഷത്തിലെ ഏകാദശിക്കാണ് വളരെയധികം പ്രാധാന്യം. വൈകുണ്ഠ ഏകാദശിയൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. നല്ലൊരു തിഥിയാണ്, നല്ല നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം ഒരു ശുഭനക്ഷത്രമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കും. ഒരു കാര്യത്തിനൊഴികെ, ചോറൂണായാലും നാമകരണത്തിനായാലും മൂലം നക്ഷത്രം വളരെ ഗുണമാണ്. പക്ഷേ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. കാൺ ബൈ ആൻഡ് സെൽ. വാങ്ങാനും പാടില്ല, വിൽക്കാനും പാടില്ല, അഡ്വാൻസ് കൊടുക്കരുത്. ഇതൊക്കെ തിരിച്ച് അനുകൂലമായി വരില്ല. കൃത്തിക ഭാഗ്യം മൂലാശ്ച മകാചിത്രാച രേവതി. കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ 6 നക്ഷത്രങ്ങൾ. ആദാതവ്യം ന ദാതവ്യം. വാങ്ങരുത്, കൊടുക്കരുത്. എന്ത് സംഭവിക്കും? തച്ഛേഷന്തി വിനശ്യതി. അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകും. അതിനാൽ സാമ്പത്തികമായ ക്രയവിക്രയത്തിന് അനുകൂലമായ ദിനമല്ല. നക്ഷത്രം മൂലം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം കേതുവാണ്, അശ്വതി മകം മൂലം. അതിനാൽ നവഗ്രഹത്തിൽ രാഹുവേദ അർച്ചന ചെയ്യുക. അപ്രകാരം തന്നെ നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പബലി, നാഗത്തിന് 100 പാലും ഒക്കെ വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണെന്നറിയുക. ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ള പ്രാർത്ഥന എന്താണ്? ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ഏറ്റവും നല്ല മുഹൂർത്തവും ഞാൻ നൽകാം. ഇന്ന് കാലത്ത് 11:15 മുതൽ 12:15 വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്തുക. വളരെ അനുകൂലമാണ്. വ്യാഴത്തിൻ്റെ കാലഹോരയാണ്, തുലാൻ രാശിയാണ്. അതിനാൽ പല പ്രവർത്തനങ്ങൾക്കും, യാത്ര മുതലായ എല്ലാ വിഷയങ്ങൾക്കും വളരെ അനുകൂലമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.